90 വയസ്സുകൊണ്ടിരിക്കും. നാം ആരെന്ന് ജന്മം എന്തിനു വേണ്ടിയെന്നും അന്ധത വിട്ടെറിഞ്ഞ് നോട്ട്ബുക്കിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ ഈ മുട്ടത്തുള്ള ആൾക്കാർ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്കത് കൊച്ചുകുഞ്ഞാശാൻ്റെ ആപ്തവാക്യങ്ങളെന്നും പറഞ്ഞിട്ട് നമുക്കൊരു ബുക്ക് ഇറക്കാം. എല്ലാവരും ഈ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൈ പറയ്ക്കുവോ, മറ്റു പ്രയാസങ്ങളൊന്നുമില്ലിരിക്കും, ഒന്നുമില്ല, ലഹരികളൊന്നുമില്ലിരിക്കുക, മാംസങ്ങളൊന്നുമില്ലിരിക്കുക. അപ്പൊ ചോറ് മാത്രമേ കഴിക്കത്തുള്ളൂ. 10ാമത്തെ വയസ്സിൽ ഞാൻ വരച്ച മഹാരാജാന്റെ ഫോട്ടോ സ്റ്റമ്പിങ് അവിടേക്ക് അന്ന് എനിക്ക് 5 രൂപ കിട്ടി. 1000 നാവുകളാൽ അർപ്പിച്ചിടുന്നു തിരുനാമം. സ്വന്തമായിട്ട് 5 നാടകം ഗാനമേളയാണ്. ഇഷ്ടംപോലെ ഗാനമേളയ്ക്ക് പറ്റുന്നുണ്ട്. ആലപ്പി ചെല്ലപ്പുഴയുടെ അർച്ചനത്തിൽ ചില നാടകത്തിൽ പാടാനുണ്ടല്ലോ. നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുവഴി ഇങ്ങനെ യാത്ര പോകുമ്പോഴാണ് ഈ ഒരു കടയിലേക്ക് ഒരു ശ്രദ്ധ വരുന്നതും കൊച്ചുകുഞ്ഞാശാനെ പരിചയപ്പെടുന്നതും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്തിരുന്നു. വലിയൊരു അനുഗ്രഹീത കലാകാരനാണ് കേട്ടോ. ഒരുപാട് ചിത്രങ്ങൾ ഓരോ ദിവസവും വരച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ചിത്രമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ട് പ്രിയപ്പെട്ട ഒരുപാട് പേര് പറഞ്ഞിരുന്നു അനുഗ്രഹീത കലാകാരനാണ്. എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ 90 വയസ്സുണ്ട്, 4ാമത്തെ വയസ്സ് മുതൽ വരച്ചു തുടങ്ങിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ അനുഗ്രഹീത കലാകാരൻ ശരിക്കും ചിത്രം വരെ മാത്രമല്ല, പാട്ടൊക്കെ മനോഹരമായിട്ട് പാടും. അന്ന് എനിക്ക് പാട്ടൊന്നും പാടിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താണെങ്കിലും കൊച്ചുകുഞ്ഞാശാൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. കർത്താവിൻ്റെ 35 പാട്ട് എഴുതിയിട്ടുണ്ടല്ലേ? ആപ്തവാക്യങ്ങൾ 300 എഴുതിയിട്ടുണ്ട്. നാടകമൊക്കെ രചിച്ചിട്ടുണ്ട്. 5 നാടകം സ്വന്തമായിട്ട് എഴുതി പഠിപ്പിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കഥ എഴുതി കൂടുതലുള്ള മോശം കൊണ്ട് 55 സ്റ്റേജുകളിൽ പറയിപ്പിച്ചിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ. അപ്പോൾ ഒരു പാട്ടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടാവോ? പാടാൻ നോക്കാം. ആൾക്ക് 90 വയസ്സുണ്ട് കേട്ടോ. 4ാമത്തെ വയസ്സ് തുടങ്ങിയ പരിപാടിയാണേ. ഇനി വരച്ചു കൊടുക്കാനുള്ളതാണോ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒക്കെ? ഇത് വരയ്ക്കാനുള്ളതാണ്. തൊട്ടടുത്തായിട്ട് അയ്യങ്കാളി ഉണ്ട്. ഇതിപ്പം വരച്ച് കൊടുക്കാനുള്ളതാണ്. അകത്ത് കുറേയധികം കാര്യങ്ങൾ വരയ്ക്കാനുണ്ട്. അവാർഡൊക്കെ ഞാൻ കാണിച്ചു ഇന്നലെ. ഓക്കെ. അപ്പോൾ പാട്ട് നന്നായിട്ട് പാടുമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് എഴുതിയ പാട്ടാണ് കേട്ടാ. 1000 നാവുകളാൽ അർപ്പിച്ചിടുന്നു തിരുനാമം. യേശുവിൻ തിരുവചനം. ഈ പാട്ട് ഇപ്പോൾ എഴുതിയിട്ട് എത്ര വർഷമായി? ഈ പാട്ട് എഴുതിയിട്ട് എത്ര വർഷമായി? 25 വർഷമായി. ഇതുപോലെ എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട്? ഇതുപോലെ 35 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അത് പാടാനും അറിയാം. അതുപോലെ ഭാര്യ നന്നായിട്ട് പാടും. ഇതിന് ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞാൽ അവളെയും കൂടെ വിളിക്കട്ടെ. അടുത്ത ഒരു ദിവസമായിട്ട് നമുക്ക് വിളിച്ച് ഒരു പാട്ടൊക്കെ പാടിപ്പിക്കാം. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ വരയോടൊപ്പം തന്നെ എഴുത്തുണ്ട് അല്ലേ? പാട്ടുകൾ എഴുത്തും പിന്നെ സിനിമാ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടോ? ഇല്ലില്ല. നാടകപ്പാട്ട് എഴുതിയിട്ടുണ്ട്. എത്ര നാടകം ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്? അല്ല, സ്വന്തമായിട്ട് 5 നാടകം ഗാനമേളയാണ്. ഇഷ്ടംപോലെ ഗാനമേളയ്ക്ക് പറ്റുന്നുണ്ട്. ആലപ്പി ചെല്ലപ്പുഴയുടെ അർച്ചനത്തിൽ ചില നാടകത്തിൽ പാടാനുണ്ടല്ലോ. അങ്ങനെ ഞാൻ എഴുതിയ നാടകത്തിലും ഞാൻ ഇല്ലാത്ത നാടകത്തിലും ഒക്കെ പാട്ട് പാടിപ്പിച്ചു. ഒരു കാലത്ത് എന്നെ അറിയുന്നത് പാട്ടുകാരനായിട്ടായിരുന്നു അറിയപ്പെടുന്നത്. അങ്ങനെ പാടിയിട്ടുണ്ട്. ഇന്ന് കിടന്നുറങ്ങാൻ ഇടമില്ലാത്ത സമയമില്ലാത്ത വെള്ളം പാട്ടും കഥയും ഇപ്പോഴും ആരെങ്കിലും ഒക്കെ പാട്ട് എഴുതി തരണമെന്ന് പറഞ്ഞ് വരാറുണ്ടോ? ഉണ്ട്. അവർക്ക് എഴുതി കൊടുക്കുമോ? എന്തൊക്കെ ചിത്രങ്ങളാണ് ഇനി വരച്ച് കൊടുക്കാനുള്ളത്? ഈ സ്വാമി വിവേകാനന്ദന്റെ ചിത്രമൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ? ഇല്ല, ഒന്നും ആയിട്ടില്ല. ഞാൻ അന്ന് വന്നപ്പോൾ വരച്ചോണ്ടിരുന്ന ചിത്രം കൊടുത്തോ? മാവേലിക്കരയില്. അത് ഭയങ്കര ജീവിത, അവർക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വന്ന് ചെയ്ത വീഡിയോ കൊച്ചുകുഞ്ഞു സാറ് കണ്ടായിരുന്നോ? വീഡിയോ കണ്ടായിരുന്നോ? വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞോ? ഫോണിൽ കണ്ടു. പിന്നെ കറ്റാനത്തൂരും മറ്റു പല ഭാഗത്തും ആൾക്കാർ അന്വേഷിച്ചു വന്നോ? കാണാൻ വേണ്ടി. കറ്റാനത്തുള്ള സുഭാഷിന്റെ പേരുള്ള പേര് അന്വേഷിച്ചു വന്നു ഇവിടെ. അങ്ങനെ പല ഭാഗത്തുനിന്നും അന്വേഷിച്ചു വന്നു. പിന്നെ എന്തോ വേണോ അല്ലേ? നമ്മുടെ വീഡിയോ കാരണം ആൾക്കാർ അന്വേഷിച്ച് വരാൻ തുടങ്ങി. പിന്നെ സന്തോഷമല്ലേ? ഈ ഒരു ബുക്കിനകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ടുകളാണ് കേട്ടോ.
അപ്പം പടം വരയ്ക്കുന്ന മാത്രമല്ല അല്ല ഇപ്പോൾ ബുക്ക് ഇവിടെ ഒരു ബുക്ക് ഇനി ഇരിപ്പുണ്ടെന്ന് കേട്ടോ. ഒരു കെട്ട് ബുക്കും കൂടെ അകത്ത് ഇരിപ്പുണ്ട്. അതിനകത്തെല്ലാം പാട്ടുകളാണ് കേട്ടോ. അപ്പം സന്തോഷം. ഞാൻ മിക്കവാറും ഈ റൂട്ടിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ്, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ പെരവാസ്തോലി ഹൗസ് വാമിങ്ങിന് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ വലിയൊരു കലാകാരനെ, വലിയൊരു അനുഗ്രഹീത കലാകാരനെ ഞാൻ ശ്രദ്ധിക്കുന്നതും നിങ്ങളിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ചിത്രം വരയ്ക്കുന്ന വിശേഷം പങ്കുവെച്ചതും. അത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്തു. എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുട്ടത്തെ ഒരു അനുഗ്രഹീത കലാകാരനാണ്. അപ്പോൾ ഇവിടുത്തെ മിക്കവാറും പരിപാടികളിലൊക്കെ ഈ വലിയ മനുഷ്യനെ പറ്റുന്നവരൊക്കെ ഒന്ന് ആദരിക്കുക. കാരണം അത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല 10-14 പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ആ പഴയ കാലത്ത് നാടകങ്ങൾ എഴുതി സ്വന്തമായിട്ട് വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ബുക്ക് നിറയെ നല്ല നല്ല പാട്ടുകളാണ് കേട്ടോ. ഇപ്പോൾ ആ ഒരു പാട്ട് പാടിയിരിക്കുന്നു പറയുമ്പോൾ 90 വയസ്സുണ്ട്. ആ 90 വയസ്സിൽ ആ പാട്ട് നല്ല അടിപൊളി ഈണത്തിലോടുകൂടി പാടി കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ വലിയ അനുഗ്രഹീത കലാകാരനെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. മാത്രമല്ല ഇപ്പോൾ ആളുകളൊക്കെ തേടി വരുന്നുണ്ടല്ലേ? ഒരുപാട് പേര് തേടി വരുന്നുണ്ട്. ആരെങ്കിലും ഫോട്ടോ വരയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു ചിത്രം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് ഈ ചിത്രം. ഇതെന്ന് കൊടുക്കാനുള്ളതാണ്? അടുത്ത ആഴ്ച കൊടുക്കണം. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഈ പരിപാടി നാടകങ്ങളും കലാപരിപാടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ കൊച്ചുകുഞ്ഞാശാൻ നല്ല പാട്ടും നാടകങ്ങളും ഒക്കെ എഴുതാനും ഒക്കെ ഉള്ള കഴിവുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പം ഈ പ്രായത്തിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ ഒരു വലിയ മനുഷ്യനെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടാൻ കഴിഞ്ഞു. പറഞ്ഞോ. ഞാൻ എന്താ പറയുക, ആപ്തവാക്യം ഞാൻ 300 എഴുതുന്നത്. ആപ്തവാക്യം 300 എണ്ണത്തോളം എഴുതിയിട്ടുണ്ട്. 2100 വർഷങ്ങൾ മുന്നോട്ട് തമിഴ്നാട്ടിൽ മൈലാപ്പൂരിൽ ജീവിച്ചിരുന്ന വള്ളുവര് 1300 ആപ്തവാക്യം എഴുതി. ഞാൻ 300 എഴുതി. 300 എഴുതിയല്ലേ? നമ്മുടെ പള്ളികളിൽ കൊടുക്കാറുണ്ട് ആപ്തവാക്യം എഴുതിയല്ലേ? അല്ല അങ്ങനെയല്ല, ആപ്തവാക്യങ്ങൾ അങ്ങനെയല്ല. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത്, ചെയ്യരുതാത്തത് ചെയ്യുന്നതും തെറ്റ്. അത് ആപ്തവാക്യം അങ്ങനെയുള്ളതാണ്. അതാണ്. കാരണം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ മാറ്റുന്ന വിധത്തിലുള്ള വാക്കുകളാണ് എൻ്റെത്. കൊള്ളാം. നമുക്ക് അതൊക്കെ ബുക്കാക്കിയാലോ? എന്ത് പറയുന്നു? കാശുണ്ടാക്കി ആക്കാറുണ്ട്. നമുക്ക് കാശ് റെഡിയാക്കി ആക്കിയാലോ? സമ്മതമാണോ? ആക്കിയാൽ വിറ്റാൽ കാശ് കിട്ടും. അപ്പോൾ കൊച്ചുകുഞ്ഞാശാൻ്റെ ബുക്ക് നമുക്ക് ഇറക്കിയാലോ? എന്ത് പറയുന്നു? ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടാ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നോട്ട്ബുക്കിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ ഈ മുട്ടത്തുള്ള ആൾക്കാർ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്കത് കൊച്ചുകുഞ്ഞാശാൻ്റെ ആപ്തവാക്യങ്ങളെന്നും പറഞ്ഞിട്ട് നമുക്കൊരു ബുക്ക് ഇറക്കാം. എല്ലാവരും ഈ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത്രയ്ക്കും കഴിവുള്ളൊരു വലിയൊരു വ്യക്തിയാണ് കേട്ടോ. ഈ മനുഷ്യനെ എല്ലാവരും അറിയണം. എന്തായാലും ഞാൻ ഈ മനുഷ്യനെ കാണേണ്ടത് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കത്തില്ല, ഈ ഒരു കുഞ്ഞു കട കാണത്തില്ല, ഇവിടെ കയറത്തില്ല. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന കൊക്കില്ലേ, ഈ കൊക്കിനെ കണ്ട് ഞാൻ കയറിയതാണ് കേട്ടോ. ഇങ്ങനെ പോകുമ്പം, ട്രാവൽ ചെയ്ത് പോകുമ്പം കൊക്കിനെ കണ്ട് ഇങ്ങോട്ട് ദൃഷ്ടി പതിഞ്ഞു, അങ്ങനെ കയറിയതാണ്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. ആപ്തവാക്യം എന്ത് ചെയ്തൊന്ന് കാണിച്ചേ. ഒരു ബുക്കല്ല, ഈ ബുക്ക് നിറച്ച ആപ്തവാക്യങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ. ഒരെണ്ണം കിട്ടുന്നേ, ഞാൻ നോക്കട്ടെ. അതിലൊരെണ്ണം ഇത് കണ്ടോ. ഇതൊക്കെ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ. ഇത് കൊച്ചുകുഞ്ഞാശാൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണോ? നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ആപ്തവാക്യങ്ങൾ. അത് അക്ഷരം ചെന്നകിൽ മഹിതാവേ അത്ഭുതം ഉളവാകുകയുള്ളൂ, വേലിക്ക് മളവീടാനായി കൃഷി വരണ്ടു പോകും, ഇരുളും പ്രകാശവും ഏറിയാൽ ഗുണം ഒന്നു തന്നെ, വേശ്യാനാരിതൻ ശാന്തന വാക്കുകൾ സർപ്പമൂതും ശബ്ദം പോലെയാണ്. അടുത്തത് നാം ആരെന്നു ജന്മം എന്തിനു വേണ്ടിയെന്നും അന്ധത വിട്ടറിഞ്ഞാൽ ശത്രുത വിട്ടു മിത്രമായി വന്നിടും മേവരും, സ്വന്തമെന്നും അന്യതെന്നും വേർതിരിച്ച് കാണരുത്, അർഹതയില്ലാത്തത് ആലോചിച്ച് മനസ്സ് വ്യാകുലപ്പെടരുത്, കാഴ്ചയ്ക്ക് ദൂരവും സ്നേഹത്തിന് അളവും ഉണ്ടാകരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊരു ബുക്കാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അതിൻ്റെ കോപ്പികൾ വിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത് ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളും വചനങ്ങളും പാട്ടുകളും ഒക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഒപ്പം ഉണ്ടെങ്കിൽ ഞാൻ മുന്നിൽ നിൽക്കാം, നമുക്ക് ബുക്ക് ഇറക്കാം, ഇത് പ്രിൻ്റ് ചെയ്ത് നമുക്ക് ഇറക്കാം. അപ്പം ഈ മനുഷ്യനെ നമുക്ക് അങ്ങനെയല്ലേ സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഇനിയും ഈ കൊച്ചുകുഞ്ഞാശാനെ കാണാൻ വേണ്ടി വരും.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിത്രങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചിത്രങ്ങൾ വരച്ച് തരും. പെട്ടെന്ന് വരച്ച് തരാൻ പറയരുത്, ഇച്ചിരി സമയമൊക്കെ വേണം നമുക്ക് വരയ്ക്കാൻ. അപ്പോൾ സന്തോഷം. അപ്പോൾ വീണ്ടും നമുക്ക് കൊച്ചുകുഞ്ഞാശാൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് കേട്ടോ. ഇതെല്ലാം അടച്ചു വെച്ചോ, നമുക്ക് ഉടനെ ഒരു ബുക്ക് ആക്കാനുള്ള പരിപാടിയൊക്കെ നടത്താം കേട്ടോ. ഓക്കെ.